പെർഫെക്റ്റ് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം എന്ന് നമ്മൾ ചോദിച്ചാൽ പലർക്കും പറയാനുള്ള ഒരു മറുപടി ആയിരിക്കും റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, ഫ്രീഡം ഉണ്ടായിരിക്കണം, അണ്ടർസ്റ്റാൻഡ് ഉണ്ടായിരിക്കണം എന്നൊക്കെയുള്ളത്. ആക്ച്വലി ഇതൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനേക്കാളെല്ലാം അപ്പുറം റിയലൈസേഷൻ എന്നുള്ളൊരു ഫാക്ടർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോഴൊക്കെ നമ്മൾ റിലേഷൻഷിപ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇക്വാലിറ്റി വേണം, രണ്ടുപേരും 50-50 ആയിരിക്കണം, സെയിം എഫേർട്ട് ഇടണം എന്നൊക്കെയുള്ളത്. ഒരിക്കലും ഒരു റിലേഷൻഷിപ്പും 50-50 ആകില്ല. കാരണം ചില സമയത്ത് വൈഫ് വീക്കായിരിക്കും, വേറെ ചില സമയത്ത് ഹസ്ബൻഡ് വീക്കായിരിക്കും. അതായത് ഇപ്പോൾ വീട്ടിൽ വൈഫ് ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആളുടെ മൂഡ് ചിലപ്പോൾ ഓക്കെ ആവണമെന്നില്ല, ചിലപ്പോൾ ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ആയിരിക്കും. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് നമ്മളൊരു 100-ൽ 20 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ബാക്കി വരുന്ന 80% നമ്മൾ കയ്യിൽ നിടണം. അതിനിപ്പോൾ ഹസ്ബൻഡ് വർക്കെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്ത് ആളുടെ സ്ട്രെസ് കാരണം ആൾക്ക് ചിലപ്പോൾ 100-ൽ 100 വിടാൻ സാധിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ബാക്കി വരുന്നത് നമ്മളാണ് ഇടേണ്ടത്. ഇത്തരം സാഹചര്യത്തിൽ അവർക്ക് തോന്നിയ പോലെ പ്രതികരിക്കും, ദേഷ്യപ്പെടും, വാശി കാണിക്കും. ഈ ഒരു സമയത്താണ് റിയലൈസേഷൻ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതായത് ഇതിങ്ങനെയാണ്, ചില സമയത്ത് മനുഷ്യന്മാർ ഇങ്ങനെയാണ് എന്നുള്ളൊരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ മനുഷ്യന്മാർക്ക് ഓരോ സമയത്ത് ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അതായത് ചിലപ്പോൾ പാർട്ട്ണറായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഒരു ചെറിയ ഹഗ്ഗായിരിക്കും. നമ്മൾ നമ്മുടെ ലൈഫിൽ റിയലൈസ് ചെയ്ത് ലൈഫ് ബാലൻസ് ചെയ്തുകൊണ്ട് പോയാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അല്ലാണ്ട് നമ്മളെപ്പോഴും രണ്ടുപേരും 50-50 ആകണമെന്ന് ചിന്തിക്കുന്നതിൽ കാര്യമില്ല. Sometimes you have to be low to get high. It's all about experiencing the ups and downs of life. You can't have one without the other.